വിധി തീർച്ചയായും കേന്ദ്രത്തിന് തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് എന്റെ പക്ഷം. മാത്രവുമല്ല, അത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് തെല്ലൊരാശ്വാസം നൽകുന്നതുമാണ് എന്നാണ് ഞാൻ പ്രാഥമികമായി നിരീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് തിരിച്ചടിയാവുന്നത്? കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ രണ്ടു കാര്യങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഇത്തരമൊരു ഹർജി നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു. 131 അനുസരിച്ച്, ആർട്ടിക്കിൾ അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് കേരളം ഫയൽ ചെയ്യുമ്പോൾ അത്തരമൊരു ഹർജി നിലനിൽക്കില്ല എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. പക്ഷേ നിലനിൽക്കും എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് നിയമപരമാണ്, ഭരണഘടനാപരമാണ്. രണ്ടാമത്തതാണ് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചു എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 13,608 കോടി രൂപ കേരളത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അത് കേരളത്തിന് നൽകാം എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറയുമ്പോൾ നേരത്തെ ഇതൊരു ഉപാധിയായിട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നതാണ്. എങ്ങനെ? കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോയിരിക്കുന്ന ഹർജി പിൻവലിച്ചാൽ 13,608 കോടി രൂപ കേരളത്തിന് നൽകാനുള്ളത് നൽകാം എന്നത് ഉപാധിയാണെങ്കിൽ, ഇന്നതൊരു ഉപാധിയല്ല. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെ കേന്ദ്രം അത് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലും സുപ്രീം കോടതിയിൽ ഈ കേന്ദ്രത്തിന് ആദ്യത്തെ നിലപാടിൽ നിന്ന് പിൻവലിയേണ്ടി വരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ എങ്ങനെയാണ് കേന്ദ്രം സമീപിച്ചിരിക്കുന്നത്? കേന്ദ്രം ഇപ്പോഴും ഇതിനെ കണക്കാക്കുന്നത് കേരളത്തിന് കൊടുക്കാനുള്ള ഔദാര്യമായിട്ടും സഹായമായിട്ടുമാണ്. എന്നാൽ കേരളം ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല എന്നുള്ളത് സുപ്രീം കോടതിയിൽ പറയാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ നേരത്തെ ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷനിൽ പറയുന്നത് വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനം ഈ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, 1994 എസാർ ബൊമ്മെ കേസ് മുതൽ ഇങ്ങോട്ട് ഫെഡറലിസത്തിൽ സ്റ്റേറ്റിന്റെ അവിഭാജ്യ ഘടകം എന്താണെന്നും, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ഫിസ്ക്കൽ ഫെഡറലിസം വഴി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം എങ്ങനെ സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്നും വിവിധ റൂളിംഗുകളുള്ളതാണ്. നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് ഓട്ടോണോമിയെ കവർന്നെടുക്കുന്നതൊന്നും പാടില്ല എന്നുള്ള റൂളിംഗുകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 193 അനുസരിച്ച് സ്റ്റേറ്റിന് കടമെടുക്കുന്ന പരിധി, അതിലേക്ക് കേന്ദ്രത്തിന് കടന്നു കയറാൻ കഴിയില്ല. സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസ് ഉള്ള ഒരു മേഖലയാണ് സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 202 പ്രകാരം. മാത്രമല്ല, ആർട്ടിക്കിൾ 246 പ്രകാരം സ്റ്റേറ്റിന്റെ ഡെപ്റ്റിനെ കുറിച്ചുള്ള നിർവചനത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് FRBM ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിൽ 2018 ഭേദഗതി കൊണ്ടുവന്നത്. അവിടെ ജനറൽ ഗവൺമെന്റ് ബോറോയിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരികയും ഈ ജനറൽ ഗവൺമെന്റ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള കടമെടുക്കാനുള്ള, വായ്പ എടുക്കാനുള്ള അവകാശത്തെ ഹിംസിക്കുന്നതാണ്, അതിനെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. അതായത് ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ സ്റ്റേറ്റിന്റെ കടമെടുപ്പിനെ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് ഞെരുക്കുന്നു എന്ന വാദത്തെ സാധൂകരിക്കുന്നതാണ് നമ്മളുടെ ഇന്നത്തെ പെറ്റീഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണം അതാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പറയുമ്പോൾ ഈ FRBM ആക്ടിന്റെ 2018 വരുത്തിയ ഭേദഗതിയിലൂടെ കേരള സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തിന്മേൽ കേന്ദ്രം കടന്നു കയറി എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നതാണ് എന്റെ പക്ഷം. അത് സർക്കാരിനും തീർച്ചയായിട്ടും ആശ്വസിക്കാം. മാത്രമല്ല, ഇതൊരു വലിയ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധകമാകാൻ പോകുന്ന ഒരു സുപ്രീം കോടതി റൂളിംഗിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇനിയും വ്യക്തത വന്നിട്ടില്ലാത്ത രണ്ട് മേഖലകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, നമ്മളുടെ വായ്പാ പരിധി എത്രയായിരിക്കണം, അത് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കാണ്? നമ്മുടെ ഭരണഘടനയിലെ നേരത്തെ സൂചിപ്പിച്ച ആർട്ടിക്കിൾ 246 പ്രകാരം 7th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കായിരിക്കെ അതിന്മേലൊരു വായ്പാ പരിധി നിശ്ചയിക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ മൊത്തം GSDP എന്ന് പറയുന്നത് 10,81,412 കോടിയാണ്. അതിൽ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 3.5% നമ്മുടെ ഡെപ്റ്റ് നിൽക്കണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 32,412 കോടി നമുക്ക് വായ്പ എടുക്കാം. എന്നാൽ ഇവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് തന്ത്രപരമായ ഇടപെടൽ 2022 നടത്തിയത്. എന്താണ് ഇടപെടൽ? നമ്മുടെ കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും വായ്പാ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നമ്മളുടെ വായ്പാ പരിധി 21,882 ആക്കി ചുരുക്കുകയും ചെയ്തു. അത് വലിയ നഷ്ടം നമുക്കുണ്ടാക്കി. 12,000 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാക്കി കേരളത്തിന് എന്നുള്ളതാണ് കേരളത്തിന്റെ വാദം.
അതിനെ തുടർന്നാണ് ഇപ്പോൾ കേരളം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് പ്രകാരം ഇനി ഒരു 24,000 കോടി രൂപ കൂടി കേരളത്തിന് ലഭിക്കാനുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ മുഴുവൻ പെൻഷനും നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയും. 7 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് കേവലം 900 കോടി വെച്ചാണെങ്കിൽ പോലും 6,300 കോടി രൂപ കിട്ടിയാൽ 7 മാസത്തെയും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കാൻ സാധിക്കും. മറ്റ് ലയബിലിറ്റികളുണ്ട്, ആ ലയബിലിറ്റികൾ പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയില്ലെങ്കിലും ഏകദേശം 24,000 കോടി രൂപയോളം വേണം ഇനി മറ്റ് ലയബിലിറ്റികൾ, കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ, DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി. അപ്പോൾ ഈ വിധി കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, കേരളം എന്താണോ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, കേന്ദ്രം കേരളത്തെ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ ഓട്ടോണമിയെ ഞെരുക്കത്തക്ക രീതിയിൽ ഇടപെട്ടിരിക്കുന്നു FRBM ആക്ടിന്റെ ഭേദഗതിയിലൂടെ എന്നുള്ളത് കോടതി തത്വത്തിൽ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനനുകൂലമായൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. രണ്ടാമത്, നേരത്തെ ഉപാധി വെച്ച 13,208 കോടി രൂപ കേരളത്തിന് നൽകാൻ കേന്ദ്രം തീരുമാനിക്കാനിടയാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മാത്രമല്ല, കേരളത്തിന് ആശ്വാസകരമായി തീരുന്നൊരു ഘട്ടം എന്ന് പറയുന്നത്, സുജയ്ക്ക് അറിയാവുന്നതുപോലെ നമ്മളുടെ സംസ്ഥാനം അതിഭീകരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ ഇനി 8 ദിവസങ്ങൾ കൂടി ഓവർ ഡ്രാഫ്റ്റിൽ ഈ സംസ്ഥാനമായാൽ ട്രഷറി പൂട്ടുന്ന അവസ്ഥയിലാണ്. കാരണം ഒരു സാമ്പത്തിക പാദത്തിൽ 32 ദിവസങ്ങൾ മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പോകാൻ കഴിയൂ ആ സ്റ്റേറ്റിന്. ഇപ്പോൾ തന്നെ 24 ദിവസങ്ങൾ നമ്മുടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായി. ഇനി സാമ്പത്തിക പാദം അവസാനിക്കാൻ 3 ആഴ്ചകൾ കൂടി ബാക്കി നിൽക്കെ ഇനി 8 ദിവസങ്ങൾ കൂടി നമ്മുടെ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലായാൽ ട്രഷറി അടച്ചുപൂട്ടുന്ന അവസ്ഥയുണ്ടാവും. ആ അടച്ചുപൂട്ടുന്ന അവസ്ഥ ഇപ്പോൾ ഈ 13,208 കോടി രൂപ ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതോടുകൂടി ഒഴിവാക്കാനാകും. അത് സ്റ്റേറ്റിന് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്നതുമാണ്. വളരെ പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക എമർജൻസിയിൽ നിന്ന് കേരളത്തെ കടകയറ്റാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചുരുങ്ങിയത് 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകാൻ ഈ 13,208 കോടി രൂപയിൽ നിന്ന് 1,800 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് അത് നിർവഹിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ്, 2 സ്റ്റേറ്റിന് ആശ്വാസമാണ്, 3 തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ LDFന് 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുള്ള കാശ് ഇതിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുമെന്നുള്ളത് രാഷ്ട്രീയമായി LDFനും ഒരു ഗുണകരമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, Meet the editors.